ഇന്നത്തെ വയലിൻ അടിസ്ഥാന പാഠം ക്ലാസ്സിൽ സപ്തതാള അലങ്കാരങ്ങൾ 6ഉം 7ഉം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സപ്തതാള അലങ്കാരങ്ങൾ 5 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 6ാമത്തെ അലങ്കാരം എന്ന് പറയുന്നത് ഖണ്ഡജാതി അടതാളമാണ്. സ രി ഗ സ രി ഗ മ മ ഇങ്ങനെയാണ് അടതാള അലങ്കാരം. അതായത് ലഘുവിൻ്റെ സ്ഥാനത്ത് 5 അക്ഷരങ്ങൾ വരുന്നത് കൊണ്ട് ആണ് ഖണ്ഡജാതി അടതാളമായത്. ലഘു എന്നാൽ അടിച്ച് വിരലിടുന്ന ഭാഗം, ദ്രുതം എന്നാൽ അടിച്ച് വീശുന്നത്. അപ്പോൾ 2 ലഘുവും 2 ദ്രുതവുമാണ് ഖണ്ഡജാതി അടതാളത്തിൽ വരുന്നത്. ഇവിടെ സ്വരങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് സ രി ഗ സ രി ഗ. ഇനി ദ്രുതം മ മ. അതായത് ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സ രി ഗ എന്ന് 3 സ്വരങ്ങളെ എടുക്കാം. ഇത് സായും ഇത് രീയും ഇത് ഗായും ആണെന്നിരിക്കട്ടെ. അപ്പോൾ സ രി ഗ. ഇനി ആദ്യത്തെ പ്രാവശ്യം ഈ 2 സ്വരങ്ങൾക്ക്, അതായത് രീക്കും ഗായ്ക്കും ദീർഘമുണ്ട്, അതായത് നീളം കൂടുതലുണ്ട്. അപ്പോൾ സ രി ഗ. സായ്ക്ക് നീളമില്ല. സ രി ഗ. അതായത് 2ാമത്തെയും 3ാമത്തെയും സ്വരത്തിന് നീളം കൊടുത്തു. ഇനി അടുത്ത പ്രാവശ്യം ആദ്യത്തെയും അവസാനത്തെയും സ്വരത്തിന് നീളം കൊടുക്കണം. അതായത് സ രി ഗ. ഒന്നുകൂടെ പറയാം. സ, ഇതിന് നീളം കൂടുതൽ, രി ഗ. അപ്പോൾ ആദ്യത്തെ ലഘു എന്ന് പറയുന്നത് സ രി ഗ. 2ാമത് സ രി ഗ. അത് കഴിഞ്ഞിട്ട് മ മ. ഇനി ഇതുപോലെ തന്നെ 3 സ്വരങ്ങൾ രി ഗ മ എടുക്കുന്നു. രി ഗ മ. നേരത്തെ അതേ രീതിയിൽ ആദ്യം ഈ 2 സ്വരങ്ങൾക്ക് നീളം രി ഗ മ. ഇനി ഇതിനും രി ഗ മ. അടുത്ത സ്വരം പ പ. ഇനി ഗമ പ ആകുമ്പോൾ ഗ മ പ ഗ മ പ ധ ധ. ഇനി എങ്ങനെയാണ് ഇത് വയലിനിൽ വായിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ രി ഗ. 3 സ്വരങ്ങളിൽ സ രി ഗ. ഇതിൽ രീക്കും ഗായ്ക്കും 2ാമത്തെയും 3ാമത്തെയും സ്വരങ്ങൾക്ക് നീളം കൊടുക്കുമ്പോൾ ഇനി 1ാമത്തെയും 3ാമത്തെയും സ്വരങ്ങൾ ഇതുപോലെ രി ഗ മ സ്വരങ്ങൾ എടുക്കുമ്പോൾ അവസാനത്തെ 2 സ്വരങ്ങൾക്ക് അങ്ങനെ ഗായ്ക്കും മായ്ക്കും ദീർഘം കൊടുത്തു. ഇനി 1ാമത്തെയും 3ാമത്തെയും സ്വരങ്ങൾക്ക് രീക്കും മായ്ക്കും. അപ്പോൾ നി ഗ മ പ. തിരിച്ചു വരുമ്പോൾ സ നി ധയിൽ
രണ്ടാമത്തെ സ നീ ധ. അപ്പം നീക്കും ധായ്ക്കും നീളം കൂടുതൽ കൊടുക്കണം. ഇനി ഇതിൻ്റെ രണ്ടാം കാലം ഇനി ഇതിൻ്റെ മൂന്നാം കാലം ഒരിക്കൽ കൂടി. ഇനി അലങ്കാരത്തിൽ അവസാനത്തത് ചതുരസ്രജാതി ഏകതാളമാണ്. ഏകതാളത്തിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ലഘു മാത്രമാണ്. ഒരു ലഘു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിച്ച് വിരലെണ്ണുന്ന പ്രവൃത്തിയാണല്ലോ ലഘു. അപ്പോൾ ഞാൻ 1 2 3 4, അതായത് ചതുരസ്രജാതി ആയതുകൊണ്ട് 4, 1 2 3 4 ഇത്രയുമേ ഉള്ളൂ. അതായത് സ രി ഗ മ. രണ്ടാമത്തെ വരി രി ഗ മ പ. മൂന്നാമത്തെ വരി ഗ മ പ ധ. എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ടാം കാലം